വളരെ നല്ല ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ കുറച്ച് പെർഫോമൻസ് കാറുകൾ പറഞ്ഞുതരാം. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ സ്കോഡ ഒക്ടാവിയ VRS ആണ്. VRSൽ മാഗ് 1 വന്നിട്ടുണ്ടായിരുന്നത് ഒരു 1.8 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു. ഏകദേശം 180 bhp സ്റ്റോക്ക് കണ്ടീഷനിൽ ഉത്പാദിപ്പിക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പറയുക ഒരു ടർബോ പെട്രോൾ സ്പോർട്സ് സെഡാൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ VRS എന്ന് പറയുന്നത്. VRSനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരു മെയ്ഡ് ലൈക്ക് എ ടാങ്ക് എന്ന് പറയാൻ പറ്റും. അത്രയും നല്ലൊരു സോളിഡ് ബിൽഡ് ആയിരുന്നു VRS എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു BMന്റെ അല്ലെങ്കിൽ ഒരു മെഴ്സഡീസിന്റെ സെഡാൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സെഡാൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് VRS എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് VRSന് സാധിക്കും. അത് ഇന്നാണെങ്കിലും അന്നാണെങ്കിലും അത്രയും കാപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്യൂണർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എഞ്ചിനും വണ്ടിയുമായിരുന്നു നമ്മുടെ ഒക്ടാവിയ അല്ലെങ്കിൽ VRS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒക്ടാവിയയിൽ വന്നിട്ടുണ്ടായിരുന്ന 1.9 ലിറ്റർ TD ഓപ്ഷൻ എടുക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ട്യൂണർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡീസൽ ഓപ്ഷനാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓപ്ഷനാണ് ഈ 1.9 ലിറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഒക്ടാവിയയുടെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന രീതിയിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് ലോറ എന്ന് പറയുന്നത്. ലോറയിലും ഓൾമോസ്റ്റ് ഈ എഞ്ചിൻ ഓപ്ഷനുകൾ എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഒരു പുതിയൊരു വാഹനം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫീച്ചേഴ്സും കൂടുതലുള്ള ഒരു വാഹനമായിരുന്നു ലോറ എന്ന് പറയുന്നത്. ലോറയും വളരെ നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം മാഗ് 1 ഒക്ടാവിയ VRS എന്ന് പറയുന്നത് ഒരു 3 ലക്കിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ ഇന്നും കിട്ടാൻ. അടുത്തായിട്ട് നമ്മുടെ വോക്സ്വാഗൻ ജെറ്റ് ആണ്. ജെറ്റിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ മാഗ് 1 മാഗ് 2 VRSനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 2 ലിറ്റർ TDI ഡീസൽ ഓപ്ഷൻ ആയിരുന്നു. അത് നമ്മുടെ സ്കോഡയിൽ വന്നിട്ടുണ്ടായിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു വാഹനം തന്നെയാണ് ജെറ്റ എന്ന് പറയുന്നത്. ഇപ്പം ജെറ്റയുടെ ഒരു മാർക്കറ്റ് പ്രൈസ് ഇന്നത്തെ എടുക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു 2012 വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഒരു 6 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇനിയിപ്പം ഒരു ആവറേജ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ലക്ഷം 3 ലക്ഷം കൊടുക്കേണ്ടി വരും. അപ്പം കണ്ടീഷൻ അനുസരിച്ച് ഡിപ്പെൻസ് ആണ് ജെറ്റയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഹോണ്ട അക്കോർഡ് ആണ്. അക്കോർഡിൽ എടുക്കാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു 2.4 ലിറ്റർ പെട്രോൾ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 160 bhp ഔട്ട്പുട്ട് ഉണ്ടായിരുന്ന ഒരു എഞ്ചിനായിരുന്നു. അതുപോലെ തന്നെ ഒരു 3 ലിറ്റർ V6 എഞ്ചിനും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം 244 bhp ആയിരുന്നു ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടു നടക്കാനാണെന്നുണ്ടെങ്കിൽ 2.4 ലിറ്റർ എഞ്ചിൻ തന്നെ ധാരാളമാണ്. 3 ലാക്ക് റേഞ്ചിൽ നിങ്ങൾക്ക് വളരെ നല്ല കണ്ടീഷനിലുള്ള അക്കോർഡുകൾ ഇന്നും മേടിക്കാൻ കിട്ടും. അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹ്യുണ്ടായി ആദ്യകാലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അൺറേറ്റഡ് ഹാച്ച് ബാക്ക് ആണ്. നമ്മുടെ ഹ്യുണ്ടായുടെ ഗട്ട്സ് എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതിൽ വന്നിരുന്നത് ഒരു 1.5 ലിറ്റർ CRD ഓപ്ഷൻ ആയിരുന്നു. അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു ഡീസൽ ഓപ്ഷൻ ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലുള്ള പവർ ടു വെയിറ്റ് റേഷ്യോ ഉള്ള ഒരു വാഹനമായിരുന്നു. അത് കാണുന്ന സമയത്ത് വളരെ ഇന്നസെന്റ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഒരു നല്ല ട്യൂണർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാഹനം തന്നെയായിരുന്നു നമ്മുടെ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വാഹനങ്ങളെല്ലാം വളരെ കളക്റ്റീവ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. ഇതിന്റെ പാർട്സ് അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പെട്രോൾ എഞ്ചിൻസിന് എത്രത്തോളം മൈലേജ് ഉണ്ട്, ഇത് ഇന്നും സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം വെച്ചാൽ വളരെ കട്ട വണ്ടിപ്രാന്തരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് കാറ്റഗറി ഓഫ് ആളുകൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ വളരെ കട്ട വണ്ടിപ്രാന്തരായിട്ടുള്ള നിങ്ങളുടെ ചങ്കിരി ഇപ്പൊ തന്നെ ഈ റീലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.